നമസ്കാരം. E20 പെട്രോളിനെ സംബന്ധിച്ച് ഇന്ന് ചില മാധ്യമങ്ങളിൽ കണ്ട ഒരു വാർത്തയാണ് നമ്മളുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ അടിസ്ഥാനം. അതായത് രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കളക്ട് ചെയ്ത E20 പെട്രോളിൻ്റെ ചില സാമ്പിളുകളിൽ ക്ലോറൈഡിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നുവെന്ന് വാഹന നിർമ്മാതാക്കളുടെ സംഘടന ആദ്യം ഗവൺമെൻറ്റിനെ അറിയിച്ചിരുന്നു എന്നുള്ളതാണ് ആ വാർത്ത. നമുക്കറിയാവുന്നതുപോലെ E20 പെട്രോൾ എന്ന് പറഞ്ഞാൽ 20% ആൽക്കഹോൾ കലർത്തിയ പെട്രോളിനെയാണ് E20 പെട്രോൾ എന്ന് പറയുന്നത്. ഇന്ന് രാജ്യത്ത് വിൽക്കുന്ന മുഴുവൻ പെട്രോളും E20 പെട്രോളാണ്. ഡീസൽ ആസ് സച്ച് ഈസ് പ്യുവർ, വെറസ് ദിസ് പെട്രോൾ ഈസ് മിക്സ്ഡ് വിത്ത് 20% ഓഫ് ആൽക്കഹോൾ. അപ്പം അതിന് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുള്ള താല്പര്യം നമുക്കറിയാവുന്നതുപോലെ നമ്മൾ ഫ്യൂവൽ ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യമാണ്. നമ്മളുടെ ആവശ്യത്തിന് ഉള്ള പെട്രോളിയത്തിൻ്റെ 85% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. നേരെ മറിച്ച് ആൽക്കഹോൾ നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ 20% നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഈ ഫ്യൂവലിൻ്റെ എന്നുള്ളതാണ് ഗവൺമെൻറ് കാണുന്ന ഒരു നേട്ടം. വേറൊരു നേട്ടം എന്ന് പറയുന്നത് പൊല്യൂഷൻ എന്ന് പറയുന്നത് നിയന്ത്രണാതീതമായി പോകുന്ന, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയ വിഷയമാണ്. ഇന്ത്യ ഒരു വലിയ പൊല്യൂട്ടിംഗ് കൺട്രിയാണ് എന്നൊക്കെയാണ് വെസ്റ്റേൺ രാജ്യങ്ങൾ പറയുന്നത്. വാസ്തവത്തിൽ അവരെ കഴിഞ്ഞും ലെസ് പൊല്യൂട്ടിംഗ് ആണ് നമ്മൾ. പക്ഷെ നമ്മളുടെ മേലെ അവർക്ക് ചൊലുത്താൻ കഴിയുന്ന കമ്പൽഷൻസ് ഉപയോഗിച്ച് അവർ നമ്മളെ ഹൈലി പൊല്യൂട്ടിംഗ് എന്ന കാറ്റഗറിയിലൊക്കെ പെടുത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ച് പ്രധാനമാണ്, നമ്മളെ സംബന്ധിച്ചും പ്രധാനമാണ്. അപ്പം ഈ ആൽക്കഹോൾ എന്ന് പറയുന്ന സാധനം കാര്യമായ പൊല്യൂഷൻ ഉണ്ടാക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ആ പെട്രോളിലെ 20% പൊല്യൂഷൻ റിമൂവ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു സംഗതിയുണ്ട്. 3, അത് അഗ്രികൾച്ചറൽ സെക്ടറിന് വലിയൊരു ബൂസ്റ്റാണ്. കാരണം ഈ ആൽക്കഹോൾ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ കരിമ്പായിക്കൊള്ളട്ടെ, ധാന്യങ്ങളായിക്കൊള്ളട്ടെ, കിഴങ്ങുകളായിക്കൊള്ളട്ടെ ഒക്കെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ പെട്രോളിന് ചിലവഴിക്കുന്ന, ഓരോ വർഷവും ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പെട്രോളിന് ചിലവഴിക്കുന്ന 5 ലക്ഷം കോടി രൂപയുടെ ഒരു ചെറിയ പങ്കെങ്കിലും നമുക്ക് നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് ചിലവഴിക്കാൻ സാധിക്കും. അത് ഈ രാജ്യത്തെ അഗ്രികൾച്ചറലിസ്റ്റുകൾ, കൃഷിക്കാർക്ക്, ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്ക്, ഈ ആൽക്കഹോളൊക്കെ ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രിയലിസ്റ്റുകൾക്കായിട്ട് കിട്ടും. അതായത് ആ പണം ഈ രാജ്യത്തിനുള്ളിൽ തന്നെ നിൽക്കും, പുറത്തേക്ക് ഒഴുകി പോവില്ല. വേറൊന്ന് ഫോറിൻ കറൻസിയുടെ പ്രിസർവേഷനാണ്. ഈ 5 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് ഡോളറായിട്ട് തന്നെ നമുക്ക് കൊടുക്കണം. അത് രൂപയല്ല കൊടുക്കുന്നത്, ഡോളറാണ് കൊടുക്കുന്നത്. റഷ്യയുമായിട്ടുള്ള പർച്ചേസിൽ മാത്രം രൂപ ഉപയോഗിക്കുന്നുണ്ട്, ബാക്കിയുള്ളതിലൊക്കെ ഡോളറാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ എത്രത്തോളം ഈ പെട്രോൾ കുറച്ച് വാങ്ങുന്നുവോ അത്രത്തോളം നമുക്ക് വിദേശ നാണയം സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് വരുന്നത്. ഇനി ഇതിനെ സംബന്ധിച്ച് കംപ്ലയിൻസ് ആയിട്ട് വന്നത് ഫ്യൂവൽ എഫിഷ്യൻസി കുറവാണ്, അല്ലെങ്കിൽ ചില വാഹനങ്ങൾക്ക് പിക്കപ്പ് കുറവ് അനുഭവപ്പെടുന്നു, വേറൊന്ന് വാഹനങ്ങളുടെ റബ്ബർ പാർട്ട് കൊറോഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ള ചില സംഗതികളാണ്. അതിൽ കൊറോഡ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുള്ളൊരു സംഗതിയല്ല, അത് സാധ്യതയുണ്ട് എന്ന് പറയുന്നൊരു സംഗതിയാണ്. ചില വാഹനങ്ങൾക്കെങ്കിലും പിക്കപ്പ് കുറയുന്നു, കൂടാതെ മൈലേജ് ഒരു 6% കുറയുന്നു എന്നുള്ളതൊക്കെ ഏകദേശം ഗവൺമെൻറ്റും ഫ്യൂവൽ കമ്പനികളും ഒക്കെ തന്നെ സമ്മതിക്കുന്ന സംഗതികളാണ്. നേരെ ഈ 6% ലെസ് മൈലേജ് എന്നൊക്കെ പറയുന്നത് അത്ര വലിയൊരു സംഗതിയല്ല. കാരണം നമ്മൾ പട്ടണത്തിലൊക്കെ പോകുന്ന സമയത്ത് കാർ എത്ര സമയം നിർത്തുന്നു, എടുക്കുന്നു, പിന്നെ ഓരോരുത്തരുടെ ഡ്രൈവിംഗ് രീതി, ഇതൊക്കെ അനുസരിച്ച് ഫ്യൂവൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് 20% വരെ മാറാവുന്ന സംഗതിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ 6% എന്ന് പറയുന്നത് അത്ര വലിയൊരു കാര്യമാക്കാനില്ല എന്നുള്ള നിലപാടാണ് ഗവൺമെൻറ്റിൻ്റെയും ഫ്യൂവൽ കമ്പനികളുടെയും ഭാഗത്ത്. അതൊരു പരിധിവരെ ശരിയുമാണ്. കാരണം നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേണും കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇത് വലിയ വ്യത്യാസം വരുന്ന സംഗതിയാണ്. ഇനി ഈ കൊറോഷൻ എന്ന് പറയുന്നതും റബ്ബർ പാർട്സ് കൊറോട്ട് ചെയ്യുന്നതും ഫ്യൂവൽ കൊണ്ട് മാത്രമല്ല, മറ്റ് പല കാരണങ്ങൾ കൊണ്ട് സംഭവിക്കാം. അതൊന്നും അത്ര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് അല്ല എന്ന് പറയുന്നതിനകത്ത് കാര്യമുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അപ്പം അതിനിടയിലൂടെ പെട്ടെന്ന് ഇത് വലിയ വാർത്താ പ്രാധാന്യമുള്ള സംഗതിയാണ്. സ്വാഭാവികമായും മാധ്യമങ്ങളെ സംബന്ധിച്ച് വാർത്തകൾക്ക് വലിയ ക്ഷാമമാണ്. അപ്പോൾ അവർ കിട്ടുന്ന ഓരോ സാധനവും എടുത്തിട്ട് അലക്കും. അപ്പോൾ ഈ E20 പെട്രോളാണ് ഇപ്പോൾ അവരുടെ ഉള്ളത്, അവരെടുത്തിട്ട് അലക്കും. അപ്പോൾ ഏത് വണ്ടി സ്റ്റോപ്പായാലും ഇമ്മീഡിയറ്റ് സ്റ്റോപ്പേജ് അത് E20 പെട്രോൾ കൊണ്ടാണ്. ഒരു തരത്തിൽ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല E20 പെട്രോൾ കൊണ്ടാണ് വാഹനം നിന്നുപോയത് എന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ചിലർ പറയുന്നു ഫ്യൂവൽ ടാങ്കിൽ വെള്ളം കണ്ടെത്തി. സാധാരണഗതിയിൽ ഫ്യൂവൽ ടാങ്കിൽ ഈ E20 പെട്രോൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മൾ തിയററ്റിക്കലായി സംസാരിക്കുമ്പോൾ അതിനകത്ത് വെള്ളം കണ്ടെത്തേണ്ട കാര്യമില്ല. നമുക്കറിയാവുന്നതുപോലെ ഈ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഹൈഗ്രോസ്കോപ്പിക്കാണ്. വെള്ളത്തിൻ്റെ ഒരു ട്രേസ് എവിടെ കണ്ടാലും അവൻ പിടിച്ചെടുക്കും. അപ്പോൾ അത് ആൽക്കഹോളിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ അത് അറ്റ്മോസ്ഫിയറിലെ ഹ്യൂമിഡിറ്റിയിൽ നിന്ന് പോലും അവന് വലിച്ചെടുക്കാൻ സാധിക്കും. പക്ഷേ പെട്രോൾ ടാങ്കിലെത്തിയ നമ്മൾ പ്യുവറായിട്ട് പെട്രോൾ ടാങ്കിലേക്ക് E20 പെട്രോൾ ഫീഡ് ചെയ്യുകയാണെങ്കിൽ അത് എവിടുന്നും ഹ്യൂമിഡിറ്റി വലിച്ചെടുക്കാൻ സാധ്യതയില്ല. അത് എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് ഉപയോഗിച്ച് നമ്മൾ അടയ്ക്കുന്നതാണ്. അപ്പോൾ ഈ ടാങ്കിൽ വെള്ളം വരുന്നത് മിക്കവാറും പെട്രോൾ അടിക്കുന്ന സമയത്ത് തന്നെ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഇത് പെട്രോൾ ടാങ്കിൽ തന്നെ വന്നതാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വശം. കൂടുതലും അങ്ങനെ തന്നെയാണ്. കാരണം E20 പെട്രോളിന് മുൻപും
പെട്രോൾ ടാങ്കിൽ വെള്ളം കണ്ടെത്തിയ ധാരാളം സാഹചര്യങ്ങളുണ്ട്. എൻ്റെ കാറിൽ തന്നെ പെട്രോൾ ടാങ്കിൽ വെള്ളം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഈ പെട്രോൾ അടിക്കുന്ന ടാങ്കിന് ചോർച്ചയുണ്ടായിട്ട് അതിനകത്തേക്ക് വെള്ളം കിടന്നു വന്നിട്ടാണെന്ന് പിന്നീട് ആ പമ്പ് പരിശോധിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സംഗതിയാണ്. കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാട്ടോ, ഞാൻ പോയി പരിശോധിച്ചല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ അടുത്തതായിട്ട് കേൾക്കുന്ന ഒരു കംപ്ലൈൻറ്റ് മോട്ടോർ ബൈക്കുകളുടെ കാർബറേറ്ററിൽ എന്തൊക്കെയോ സാധനങ്ങൾ അടിഞ്ഞുകൂടുന്നു എന്നുള്ളതാണ്. ഈ പറയുന്ന ആൽക്കഹോൾ ബേൺ ചെയ്താൽ കാർബറേറ്ററിൽ എന്തെങ്കിലും അടിഞ്ഞുകൂടാനുള്ള സാധ്യതയും കാണുന്നില്ല. നമ്മൾ തിയറട്ടിക്കലായിട്ട് സംസാരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതെങ്കിലും പാർട്സ് അലിഞ്ഞു പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ചേർന്നിട്ടാണോ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്, പരിശോധിക്കേണ്ട സംഗതികളാണ്. അപ്പോൾ എന്തായാലും ശരി, ഇന്നിപ്പോൾ നമ്മളുടെ മലയാളം പത്രങ്ങളിൽ കണ്ടൊരു വാർത്ത, നേരത്തെ വന്നതിനേക്കാൾ കൂടുതൽ കാർബറേറ്റർ കംപ്ലൈൻറ്റുകൾ 2 വീലേഴ്സിൽ കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കംപ്ലൈൻറ്റുകൾ നമുക്ക് ശാസ്ത്രീയമായിട്ട് തിയറട്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോൾ കാരണമുണ്ട് എന്ന് പറയാൻ നിവൃത്തിയില്ലാത്ത സംഗതികൾ ആ ഉപയോക്താക്കൾക്ക് കാണുന്നു. തീർച്ചയായിട്ടും ഉത്തരം കണ്ടെത്തേണ്ട സംഗതിയാണ്. കാരണം അങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് അന്വേഷണം അർഹിക്കുന്ന ഒരു സംഗതിയാണ്. വാഹന ഉപയോക്താക്കളുടെ എല്ലാ പരാതികളും തീർത്തിരിക്കേണ്ടതാണ്. അപ്പം നമുക്കറിയാവുന്ന ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനും തോന്നും. അപ്പം നമ്മൾ ഈ E20 പെട്രോളിൻ്റെ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഇപ്പം വണ്ടിക്ക് വരുന്ന ഏതൊരു കേടിനെയും നമ്മൾ E20 പെട്രോളിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യും. കാരണം എല്ലാവരും ഇപ്പോൾ E20യുടെ മേലെയാണ് നിൽക്കുന്നത്. മീഡിയ അതെ, ഓപ്പോസിഷനെ സംബന്ധിച്ച് കിട്ടിയ ഒരു വടി ഇത് സർക്കാരിൻ്റെ തലക്കിട്ട് നാളെ കൊടുത്തുകളയാം എന്ന് വിചാരിച്ചിട്ട് ഓപ്പോസിഷൻ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴും ഈ ക്ലോറൈഡ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതിപ്പോൾ ഈ പറഞ്ഞതുപോലത്തെ ഒരു സംഗതിയല്ല. ഇപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കലരുന്നത് വലിയ സീരിയസ് ആയിട്ടുള്ള സംഗതിയാണ്. വെള്ളം കലരുമോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. ഒരു E20 ആൽക്കഹോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനം നിങ്ങൾക്ക് പമ്പിൽ നിന്ന് അടിച്ച് നിങ്ങളുടെ കാറിനകത്തേക്ക് കയറ്റാൻ കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അതിൽ വെള്ളം മിക്സ് ചെയ്യാൻ, വെള്ളം കലരാൻ സാധ്യതയില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് സാധ്യത കൂടുതലുള്ളത് പമ്പിൽ നിന്ന് തന്നെയാണ്. കാരണം പമ്പ് എന്ന് പറയുന്നത് ഏത് കാലം മുതലുള്ള ടാങ്കുകളുള്ള പമ്പുകളാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്നുള്ള വലിയ ചോദ്യം വരുന്നുണ്ട്. അത് ഈ അടുത്ത വിഷയത്തിലും അത് പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ ഈ ക്ലോറൈഡ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഗതിയാണ്. പെട്രോൾ സാമ്പിളിനകത്ത് ക്ലോറൈഡ് കണ്ടാമിനേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് എഞ്ചിനെ പലതരത്തിൽ ബാധിക്കും. അത് എഞ്ചിൻ്റെ റബ്ബർ പാർട്സിനെ മാത്രമല്ല ബാധിക്കുക. കാരണം എഞ്ചിൻ ഉണ്ടാക്കിയിട്ടുള്ളത് മെറ്റൽ കൊണ്ടാണെന്ന് നമുക്കറിയാം. മിക്കവാറും എല്ലാ മെറ്റലുകളുടെ ഇൻക്ലൂഡിങ് സ്റ്റീലിൻ്റെ മുകളിൽ പോലും നാച്ചുറലായിട്ട് ഫോം ചെയ്യുന്ന ഒരു ഓക്സൈഡ് കോട്ടിംഗ് ഉണ്ട്. ഇപ്പോൾ കോപ്പർ ആണെങ്കിലും ശരി, അലുമിനിയം ആണെങ്കിലും ശരി, അത് അറ്റ്മോസ്ഫിയറായിട്ട് റിയാക്ട് ചെയ്ത് അതിൻ്റെ സർഫസ് ഒരു ഓക്സൈഡ് കോട്ടിംഗ് ഫോം ചെയ്യും. ആ ഓക്സൈഡ് കോട്ടിംഗ് ആണ് അതിനെ ഫർദർ കൊറോഷനിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത്. പിന്നീട് അത് കേടായി പോവാതെ, കൊറോഡ് ചെയ്യാതെ, തുരുമ്പ് പിടിക്കാതെ അതിനെ സേവ് ചെയ്യുന്നത് ഈ നാച്ചുറലായിട്ട് ഫോം ചെയ്യുന്ന ഓക്സൈഡ് കോട്ടിംഗ് ആണ്. ഇപ്പോൾ ഈ ക്ലോറൈഡ് കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാൽ, ക്ലോറൈഡ് അയോണുമായിട്ട് അതിന് കോണ്ടാക്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഈ ഓക്സൈഡ് കോട്ടിങ് പൊട്ടിപ്പോകും. ഈ ഓക്സൈഡ് കോട്ടിങ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ ക്ലോറൈഡ് ഹൈലി കൊറോഡിംഗ് ആണ്. ഇവൻ ആ ചെറിയ വിടവിലൂടെ ഉള്ളിൽ കടന്ന് അത് ആ സാധനത്തിനെ, ആ മെറ്റലിനെ അവൻ കൊറോഡ് ചെയ്ത് കളയും. അപ്പോൾ എഞ്ചിനെ കൊറോഡ് ചെയ്യും. കൂടാതെ മെറ്റാലിക് പാർട്സ്, എഞ്ചിൻ്റെ ഒരുപാട് മെറ്റാലിക് പാർട്സ് ഉണ്ട്, പല മെറ്റാലിക് പാർട്സ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തെയാണ് ഏറ്റവും ആദ്യം ഇത് ബാധിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്യൂൽ ഇഞ്ചക്ഷൻ സിസ്റ്റത്തെയും എഞ്ചിനെയും ഒക്കെ അത് കൊറോഡ് ചെയ്യാനുള്ള വലിയ സാധ്യതയുണ്ട് ക്ലോറൈഡ് കണ്ടാമിനേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ. ഇനി എവിടെ നിന്നാണ് ഈ ക്ലോറൈഡ് കണ്ടാമിനേഷൻ വരുന്നത് എന്നൊരു വിഷയമുണ്ട്. എങ്ങനെയാണ് ഈ പറയുന്ന E20 പെട്രോളിനകത്ത് ക്ലോറൈഡ് കണ്ടാമിനേഷന് കൂടുതൽ സാധ്യത, സാധാരണ പെട്രോളിനെ കഴിഞ്ഞ് കൂടുതൽ സാധ്യത? എപ്പോഴും ഒന്നിനെയും ഫുൾ പ്രൂഫായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല. 6 ppm വരെ പെട്രോളിനകത്ത് ക്ലോറൈഡ് ആവാം എന്നുള്ളതാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ്. നമ്മളുടെ ഇവിടെ അങ്ങനത്തെ സ്റ്റാൻഡേർഡുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അതിനെ കഴിഞ്ഞൊക്കെ വളരെ കൂടുതലായിട്ട് ക്ലോറൈഡ് ചില സാമ്പിൾസ് കണ്ടെത്തിയതായി ഓട്ടോമൊബൈൽ കമ്പനികൾ തന്നെ ഗവൺമെൻറ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇന്ന് ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാർത്ത. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാത്ത വിഷയമുണ്ട്. അപ്പോൾ അത് ആൽക്കഹോൾ വരുമ്പം ആൽക്കഹോൾ ഡിസ്റ്റിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്ത് എപ്പോഴും ക്ലോറൈഡ് ഉണ്ടാവും. നമ്മൾ കിണറ്റിൽ നിന്ന് കൊടുക്കുന്ന വെള്ളമാണെങ്കിലും പുഴയിൽ നിൽക്കുന്ന വെള്ളമാണെങ്കിലും അതിനകത്ത് ഒരു ഡെഫിനിറ്റ് പെർസെൻറ്റേജ് ഓഫ് ക്ലോറൈഡ് ഉണ്ടാവും. കാരണം സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന ഉപ്പ് എന്ന് പറയുന്ന സാധനം, അതുകൂടാതെ വേറെ പല ക്ലോറൈഡ്സും, മഗ്നീഷ്യം ക്ലോറൈഡ്, കാൽഷ്യം ക്ലോറൈഡ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ എപ്പോഴും മണ്ണിലുണ്ടാവും. അപ്പോൾ മണ്ണുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ വെള്ളം ഉണ്ടാവുക. കിണറ്റിലാണെങ്കിലും ശരി, പുഴയിലാണെങ്കിലും ശരി ഒക്കെ ഈ വെള്ളത്തിനകത്തൊക്കെ ക്ലോറൈഡ് കണ്ടാമിനേഷൻ ഉണ്ടാവും. അപ്പോൾ ഡിസ്റ്റിലേഷന്, ആൽക്കഹോൾ ഡിസ്റ്റിലേഷൻ ഉപയോഗിക്കുന്ന വെള്ളത്തിനകത്ത് ക്ലോറൈഡ് കണ്ടാമിനേഷൻ ഉണ്ടാവാം. 2, ആൽക്കഹോളിൻ്റെ pH കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം കാസ്റ്റിക് സോഡ, സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ഉണ്ടാക്കുന്നത് തന്നെ സോഡിയം ക്ലോറൈഡിൽ നിന്നാണ്. അവിടെയും ഒരു ചെറിയ ക്ലോറൈഡ് കണ്ടാമിനേഷനുള്ള സാധ്യതയുണ്ട്. 3, ആൽക്കഹോൾ ഉണ്ടാക്കുന്നത് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ആണ്. അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ എവിടെയെങ്കിലുമൊക്കെ ചെളി ഉണ്ടാവില്ലേ? ഇപ്പോൾ കരിമ്പാണെങ്കിലും ശരി, ധാന്യങ്ങളാണെങ്കിലും ശരി, ഉടക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലുമൊക്കെ ചെളി വരാം. മണ്ണിനകത്ത് ഡെഫിനറ്റ് ആയിട്ട് ക്ലോറൈഡ് കണ്ടാമിനേഷൻ ഉണ്ടാവും. സോഡിയം ക്ലോറൈഡ് മാത്രമല്ല, ഡിഫറെൻറ്റ് ക്ലോറൈഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ ക്ലോറൈഡ് അയോൺസ് ആൽക്കഹോളിൽ കലർന്ന് നിൽക്കാൻ സാധ്യതയുണ്ട്. ആൽക്കഹോളിൽ പോലും അത് വിഘടിച്ചാണ് നിൽക്കുക. പക്ഷേ അതിനകത്ത്
കുറച്ച് വെള്ളം കൂടെ കടന്നു കഴിഞ്ഞാൽ ഇവ ഭയങ്കര ഡേഞ്ചറസ് ആവും. കാരണം ഈ ക്ലോറൈഡ് 100% ഡിസോസിയേറ്റ് ചെയ്ത് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും ആയിട്ട് മാറും. സോഡിയമാണ് കൂടെയുള്ളതെങ്കിൽ Na+ഉം Cl- നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലോറൈഡ് ഈ ഫ്യൂവൽ ടാങ്കിൻ്റെ അല്ലെങ്കിൽ ഫ്യൂവൽ ടാങ്കിൻ്റെ പാർട്സിൻ്റെ മെറ്റാലിക് പാർട്സിൻ്റെ ഓക്സൈഡ് കോട്ടിങ്ങിന് ഡാമേജ് വരുത്തുകയും പിന്നീട് ക്ലോറൈഡിൻ്റെ കൂടെയുള്ള അയോൺ ആരാണെങ്കിലും ശരി, സോഡിയം ആണെങ്കിലും ശരി, കാൽഷ്യം ആണെങ്കിലും ശരി, വേറെ ഏത് അയോൺ ആണെങ്കിലും ശരി, അവനും കൂടി ചേർന്ന് ഈ കൊറോഷനെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യും എന്നുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട്. ഇതൊക്കെ വലിയ സ്റ്റഡീസ് ആവശ്യമുള്ള കാര്യമാണ്. ഇതിനെ കഴിഞ്ഞും കൂടുതൽ ഇനി ക്ലോറൈഡ് കണ്ടാമിനേഷൻ ഉണ്ടാകാനുള്ള വേറൊരു സാധ്യത, ഈ പണ്ട് മുതലേ കുഴിച്ചിട്ടിരിക്കുന്ന ടാങ്കിനകത്തേക്കാണല്ലോ നമ്മളിപ്പോൾ E20 പെട്രോൾ ഇപ്പോൾ കൊണ്ടിടുന്നത്. എല്ലാ പെട്രോൾ പമ്പുകളൊന്നും പുതിയതല്ല. അപ്പോൾ വളരെ പഴയ പെട്രോൾ പമ്പുകളിലൊക്കെ അവരുടെ ടാങ്കിന് തന്നെ ചെറിയ ലീക്കേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലീക്കേജ് ഉണ്ടെങ്കിൽ അതിനകത്ത് മഴക്കാലത്തോ അല്ലെങ്കിൽ ഉറവുള്ള സ്ഥലത്തോ ഒക്കെ ചെറിയ തോതിൽ വെള്ളം കയറാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പെട്രോളിയം കമ്പനികൾ സാമ്പിൾസ് കളക്ട് ചെയ്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ ചില സാമ്പിളുകളിലാണ് ഈ ക്ലോറൈഡിൻ്റെ സാന്നിധ്യം അവർ കണ്ടെത്തിയത് എന്നുള്ളതാണ്. അപ്പം അതിന് ഒരു പ്രധാനപ്പെട്ട സോഴ്സ് ആവാനൊരു സാധ്യത ഈ ടാങ്കുകളുടെ ലീക്കേജ് ആവാനും നല്ല സാധ്യതയുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷെ നമ്മളിതിനെക്കുറിച്ച് ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിച്ചിട്ട് പ്രതിപക്ഷം ഗവൺമെൻറ് നോക്കി ചീത്ത വിളിച്ചിട്ട് അല്ലെങ്കിൽ പത്രക്കാർ നിരന്തരമായിട്ട് അത് അവിടെ കേടാ ഇവിടെ കേടാ ഇത് മുഴുകിയിട്ട് ഇങ്ങനെ ബഹളം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിനകത്ത് സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ് വേണ്ടത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തിയതിലൊന്നും കാര്യമില്ല. വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ച് ഈ E20 പെട്രോളിനകത്ത് ക്ലോറൈഡ് അനുവദനീയമായ നിലയിൽ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഞാൻ ഈ പറഞ്ഞ സംഗതി E10 പെട്രോളിൽ ഉണ്ടാകാവുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ ഈ ക്ലോറൈഡ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് E20 മാത്രമല്ല, ആൽക്കഹോൾ കലരുന്ന സമയത്ത് E10 ഉണ്ടാകാവുന്നതാണ്. E10 നമ്മൾ എത്രയോ കാലമായിട്ടോട് വിൽക്കുന്ന സാധനമാണ്. E10 പെട്രോളാണ് കുറേ കാലമായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എഞ്ചിൻസൊക്കെ E10 കമ്പാറ്റബിൾ ആണ് എന്ന് പറയുന്നു. ഏത് കമ്പാറ്റബിൾ ആണെങ്കിലും ഈ ക്ലോറൈഡ് കണ്ടാമിനേഷൻ എന്ന് പറയുന്നത് ഈ കമ്പാറ്റബിലിറ്റിയുടെ ഉള്ളിൽ നിൽക്കുന്ന സാധനമല്ല. കാരണം ക്ലോറൈഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊന്നും ഇതിനകത്ത് നടത്തിയിട്ടില്ല. മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ കാരണങ്ങൾ വഴി വരുന്ന ക്ലോറൈഡിനെ കണ്ടെയ്ൻ ചെയ്യൽ എളുപ്പമുള്ള കാര്യമല്ല. കാരണം വെള്ളത്തിനകത്ത് നിന്നൊക്കെ ക്ലോറൈഡിനെ നമ്മൾ റിമൂവ് ചെയ്യുന്ന ഡിസ്റ്റിൽ ചെയ്തിട്ടൊക്കെയാണ്. കാരണം ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് ഡിസ്റ്റിലറികളിൽ ആൽക്കഹോൾ ഡിസ്റ്റിലേഷൻ നടത്താൻ നമ്മൾ പ്രായോഗികമായ സംഗതിയല്ല. അതിൻ്റെ കോസ്റ്റ് എവിടെ എത്തിപ്പോവും. അപ്പം അങ്ങനെയുള്ള പല വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഇഫക്റ്റീവ് സ്റ്റഡി വഴി നിശ്ചയമായും നിർണ്ണയിക്കേണ്ട ഏറ്റവും പ്രമുഖവും പ്രധാനവുമായ വിഷയമാണ് E20 പെട്രോളിനെ സംബന്ധിച്ച ക്ലോറൈഡ് കണ്ടാമിനേഷൻ ഉണ്ടോ എന്നുള്ളത്. അത് ഏതെങ്കിലും ഒരു പമ്പിൽ പോയി ചെയ്യേണ്ട കാര്യമില്ല. രാജ്യത്തെ മുഴുവൻ പമ്പുകളിലെയും ഈ ക്ലോറൈഡ് നിലവാരം ടാങ്കിനകത്ത് E20 പെട്രോൾ നിറച്ച ശേഷം അതിൽ നിന്ന് ഒരു സാമ്പിൾ വിഡ്രോ ചെയ്ത് അതിനകത്തുള്ള ക്ലോറൈഡ് കണ്ടാമിനേഷൻ നിശ്ചയമായിട്ടും കണ്ടുപിടിക്കേണ്ടതാണ് എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം ഈ സംശയം ഉന്നയിച്ചിരിക്കുന്നത് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനികൾ തന്നെയാണ് എന്നാണ് ഇന്നത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക.